ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഡിഗ്രി ലെവൽ പഠിക്കുന്ന നമ്മൾ ഒരു ടോപ്പിക്കാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ നമ്മൾ അക്കൗണ്ടൻസിയുടെ ബ്രാഞ്ചസ് നമ്മൾ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ബ്രാഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നമ്പർ 2 കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് നമ്പർ 3 മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതിൽ നമ്മൾ ഓരോ സെമസ്റ്റർ അനുസരിച്ചും ഓരോ അക്കൗണ്ടിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കേരള യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അതിന് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് മീൻ ചെയ്യുന്നത്, ഇതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണെന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റൂ. ഇതിനു മുന്നേ പറയാം, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സാധാരണ ഓൾറെഡി അക്കൗണ്ടിങ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇത് തമ്മിൽ ഏതെങ്കിലും അക്കൗണ്ടിങ് കാര്യങ്ങൾ നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയും മെത്തേഡുകളെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ചെറിയൊരു മീനിങ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് എ ബ്രാഞ്ച്, അതായത് ബ്രാഞ്ച് ആണ്. ഏതിന്റെ ബ്രാഞ്ച്? ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു ബ്രാഞ്ചസ് ആണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഏതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയാലും ഏതൊരു കോസ്റ്റ് അക്കൗണ്ട് ആയാലും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ, ദാറ്റ് ഈസ് ഉപയോഗപ്പെടുന്ന രീതി എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഉതകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ പുതിയൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു അക്കൗണ്ടുകളോ ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. ഓൾറെഡി റെക്കോർഡഡ് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾ വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഇതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തത് അതായത് CMA ആണ് നമ്മുടെ ഒട്ടുമിക്ക മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ CMA ആണ്. ദാറ്റ് ഈസ് എന്താണെന്ന് നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ദാറ്റ് ഈസ് CMA ഡിഫൈൻ ആസ് എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Management accounting is the application of professional knowledge. Application of professional knowledge ആണ്. പ്രൊഫഷണൽ നോളജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ്. പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ in such a way as to assist management in the formation of policies and planning. അതായത് അവരുടെ ഇനി വരും കാര്യങ്ങളിലുള്ള പോളിസീസും പ്ലാനിങ്ങും എടുക്കാൻ വേണ്ടി, ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഉതകുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് ദ അണ്ടർടേക്കിംഗ്, ദാറ്റ് ഈസ് ബിസിനസിന്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടുകൾ ഈ രീതിയിലാണ്. ഈ റിസൾട്ട് വെച്ചുകൊണ്ട് ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ ഓപ്പറേഷൻസ് ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നാളത്തേക്ക് വേണ്ടി നമുക്ക് ഏത് രീതിയിൽ ഇൻഫർമേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ മീനിങ്ങും ഡെഫിനിഷനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകതകൾ, എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമുക്ക് നോക്കാം. ഓൺലൈനായിട്ട് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആർക്കാണോ, ഏത് മാനേജ്മെന്റിനാണോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള വ്യക്തികൾ അവരുടെ മുന്നിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എത്തിക്കുക എന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് അവർ പുതിയൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്
ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചീവിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണോ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. സോ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ മാനേജ്മെന്റ് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇതിന് അടുത്തെന്ന് പറയുന്നത് ടേക്കിംഗ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഡിസിഷൻ ആണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ അക്കൗണ്ട് ദാറ്റ് ഈസ് ബിസിനസ് സ്ഥാപനത്തിന്റെ ഈ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രോത്തും ആൻഡ് ഡെവലപ്മെന്റും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. സോ ഫിനാൻഷ്യൽ പൊസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്. ഇത് നമുക്ക് ഈ യൂസ് ഓഫ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കൺസെപ്റ്റ്, ടെക്നിക്കും കൺസെപ്റ്റുകളും, അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ലാഭമാണോ നഷ്ടമാണോ അല്ലെങ്കിൽ ഇതിന്റെ പൊസിഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ ടെക്നിക്കലായിട്ട് ഇതിന്റെ കമ്പാരിസൺ നടത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഡിസിഷനിൽ എത്തിപ്പെടാൻ വേണ്ടി മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ അഞ്ചാമത്തെ പോയിന്റ് ഉണ്ട് കോസസ് ആൻഡ് എഫക്ട് അനാലിസിസ്. കോസ് ആൻഡ് എഫക്ട് അനാലിസിസ് എന്ന് പറയും. കോസ് ആൻഡ് എഫക്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ പ്രത്യേകത നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ ആക്ച്വൽ കാര്യം നടന്നത് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നമുക്കുണ്ടായിട്ട് ഡേറ്റകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻ എടുക്കാൻ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ക്ലിയർ ആയിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. ലാസ്റ്റ് ആറാമത്തെ എന്ന് പറയുന്നത് ഇൻക്രീസ് ദ എഫിഷ്യൻസി. അതായത് ഓരോ ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ, അതിൽ റോ ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ ഈ ഫാക്ടറുകൾ വെച്ചുകൊണ്ട് മുൻകൂട്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. സോ അവരുടെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻക്രീസ് ദ എഫിഷ്യൻസി. ഏഴാമത്തെ എന്ന് പറയുന്നത് നോ ഫിക്സഡ് നോംസ് ഫോളോഡ്. അതായത് ഓരോ ബിസിനസ് സ്ഥാപനത്തിനും അതിൻ്റെതായ ക്ലിയർ കട്ട് ആയിട്ട് ഒരു ലക്ഷ്യമുണ്ടാവും. ഈ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ഒരു ബിസിനസ് സ്ഥാപനം ഫൈനാൻഷ്യൽ അക്കൗണ്ട് കമ്പയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു ബിസിനസ് സ്ഥാപനം കമ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു ഒരു നോംസോ കണ്ടീഷൻസോ ഒന്നുമില്ല. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ അൾട്ടിമേറ്റ് എയിമിൽ എത്തപ്പെടാൻ വേണ്ടി ഏത് രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് എത്തിപ്പെടാൻ ഏത് രീതിയിലുള്ള മെത്തേഡ്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് കമ്പാരിസൺ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഫ്യൂച്ചറിലോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറെ പോയിന്റുകളുണ്ട്. വെർട്ടിക്കൽ കമ്പാരിസൺ ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പാരിസൺ ഉണ്ട്. ഇതിൽ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് അനുസരിച്ചുള്ള കമ്പാരിസണിലൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നു. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺസേൺ വിത്ത് ദ ഫോർകാസ്റ്റിംഗ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും ബിസിനസ് സ്ഥാപനത്തിന്റെ ഏത് കാര്യങ്ങളും ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സാധാരണ നമ്മൾ ഉപയോഗപ്പെടുന്നത്. സോ ഫോർകാസ്റ്റിംഗ് മുൻകൂട്ടി കാണാൻ വേണ്ടി നമുക്ക് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഒരു എട്ട് ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊക്കെയാണ് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, then achieving objectives, then taking important decisions, then use of special techniques and concepts, then cause and effect analysis നടത്താൻ നമ്മളെ സഹായിക്കുന്നു. then increase the efficiency കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നു. no fixed norms and norms follow. the last one concern with the forecasting. ഇത് ഇത്രയാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്